ഹലോ വ്യൂവേഴ്സ്, ബ്ലൻഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം സർവം മായ, നിവിൻ പോളി നായകനായി, അതുപോലെ നമ്മുടെ അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന സർവം മായ എന്ന സിനിമയുടെ ടീസർ റിലീസായിട്ടുണ്ട്. വരനെ ആവശ്യമുണ്ട്, അതുപോലെ ലാസ്റ്റ് ഇറങ്ങിയ പാച്ചുവും അത്ഭുത വിളക്കിനും ശേഷം അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി കൂടെയാണ് സർവം മായ എന്നുള്ള മൂവി. ഈ മൂവിയിൽ പ്രധാനമായിട്ട് ഉള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിവിൻ പോളി, അജു വർഗീസ്, അൽതാഫ് സലീം, ജനാർദ്ദനൻ, നമ്മുടെ വിനീത്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. മെയിൻ സ്ട്രീമിലും അല്ലാതെയുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അജയ് കുമാറാണ്. അതുപോലെ തന്നെ രാജീവ് മേനോനും കൂടെ ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മ്യൂസിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജസ്റ്റിൻ പ്രഭാകരനാണ്. സിനിമോട്ടോഗ്രാഫി ചെയ്യുന്ന ശരൺ വേലായുധൻ നായരാണ് സിനിമോട്ടോഗ്രാഫി. അഖിൽ സത്യനാണ് കേട്ടോ ഇതിൻ്റെ എഡിറ്റർ, അഖിൽ സത്യനാണ്. അതുപോലെ ഈ പറയുന്ന പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന മുരളി വർഗീസ് ആണ്. വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ റോബർട്ട് ആൽബർട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവി പിന്നെ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഇന്ന് ടീസർ ലോഞ്ച് ചെയ്യുമെന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വെയിറ്റിംഗ് ആണ് മൂവിക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ആയത് കാരണം അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്ത രണ്ട് മൂവി അത്യാവശ്യം നല്ലതായിരുന്നു. ഒന്ന് ഭരനെ ആവശ്യമുണ്ട്, രണ്ടാമത് ഫഹദ് ഫാസിലിനെ വെച്ച് പാച്ചുവും അത്ഭുത വിളക്കും. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ പടങ്ങളാണ്. ഇപ്പം മൂന്നാമത്തെ പടം അഖിൽ സത്യനെ വെച്ചാണ് ചെയ്യുന്നത്. നിവിൻ പോളിയെ വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എഴുതിയിരിക്കുന്നതും അഖിൽ സത്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി രണ്ട് സിനിമകളും അഖിൽ സത്യൻ തന്നെയായിരുന്നു കഥ എഴുതിയതും. അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്യാവശ്യം വളരെയുള്ള പ്രതീക്ഷയുണ്ട്. നിവിൻ പോളിയെ അറിയാമല്ലോ, നിവിൻ പോളി ഒരുപാടായി നല്ലൊരു ഹിറ്റ് തന്നിട്ട് നിവിൻ പോളിക്ക് വളരെയധികം പ്രേക്ഷകർക്കും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മൂവിയോടാണ് ഈ പറയുന്ന സർവം മായ. എന്തായാലും നമുക്ക് ഈ ഒഫീഷ്യൽ ടീസർ ഒന്ന് നോക്കാം. Okay. കോമഡി പടമാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഫയർഫ്ലൈ ഫിലിംസ്, അഖിൽ സത്യൻ ഫിലിംസ്. നിവിൻ പോളി അത്ര കാലമായി നല്ലൊരു ഹിറ്റ് കണ്ടിട്ട് പുള്ളിയുടെ മിസ്സാകുന്നു. അജു വർഗീസ് അടിപൊളി കോമ്പാണ് കേട്ടോ. സർവം മായ. നിവിൻ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക എൻ്റർടൈനർ ആയിരുന്നു കേട്ടോ. എത്ര മൂവികളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നിവിൻ പോളി, അജു വർഗീസ്, അതുപോലെ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടൊക്കെ അസാധ്യ മൂവികളായിരുന്നു കേട്ടോ പുള്ളി ചെയ്തു വെച്ചതൊക്കെ. ഇപ്പോഴും നമ്മൾ ഓർത്ത് ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പുള്ളിയുടെ സിനിമ. ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് മൂവിയുണ്ട് ഈ പറയുന്ന നിവിൻ പോളിയുടെ. എന്തായാലും ഇത് നല്ലൊരു ടീസറാണെന്ന് തോന്നുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഖിൽ സത്യനും ഒരുപാട് വിശ്വാസമുണ്ട്. കാരണം പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. 2 പടങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിൽ രണ്ടും അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. അപ്പം അത് തന്നെയല്ല, അജു വർഗീസ് നിവിൻ പോളി കോംബോ ഒരുപാടായി കേട്ടോ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലവ് ആക്ഷൻ ഡ്രാമ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല. എന്തായാലും ഇതൊരു വെറൈറ്റി പടമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു കംബാക്ക് അത്യാവശ്യമാണ് നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം. നിവിൻ പോളിയുടെ ആ സ്പേസ് ഇപ്പോഴും ഉണ്ട്. നിവിൻ പോളിയുടെ ആ ഒരു സ്പേസ്, ആ ഒരു കാറ്റഗറി ഒരു ആക്ടർ നമ്മുടെ ഇപ്പം മലയാളത്തിൽ നിലവിലില്ല. പുള്ളിയുടെ ആ ഹ്യൂമറും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയണ്ട, ഒരു വടക്കൻ സെൽഫി, അല്ലെങ്കിൽ ഒരു പ്രേമം, അതും അല്ലെങ്കിൽ അറിയാലോ ഒരുപാട് പടങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പടം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആർക്കും പുള്ളി ഏത് നടന്മാരും വന്നു പോയെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സ്പേസ് അവിടെ തന്നെ ആയിരിക്കും. കാരണം പുള്ളി ഒരു സെപ്പറേറ്റ്
വെറൈറ്റി ഒരു ലെവൽ ആക്ടിങ് ആണ്, വേറൊരു മെത്തേഡാണ് പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറെ ആരും വന്നാലും ആ ഒരു ഹ്യൂമർ സെൻസോ അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തം ഒന്നും കിട്ടില്ല. ഒരുപാട് താരങ്ങൾ വന്നാലും പുള്ളിയുടെ ആ സ്പേസ് എപ്പോഴും ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന പോലെ പുള്ളി എടുക്കുന്ന കഥകളും അല്ലെ പിന്നെ തിരഞ്ഞെടുക്കുന്ന ആ സിനിമകളും ഒക്കെ ഒരു മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് ഒരുപാട് പുള്ളിയുടെ ലൈനപ്പ് ഒക്കെ അടിപൊളിയാണ്. നല്ല സിനിമകൾ വരുന്നുണ്ട്, നല്ല ഡയറക്ടറോടെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് പുള്ളിയുടെ തിരിച്ചുവരവ്. നിവിൻ പോളിയുടെ വലിയൊരു തിരിച്ചുവരവ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ടീച്ചർ വളരെ നല്ല രസമുണ്ട്. കുറച്ചേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. കാരണം ടീച്ചറോ ഈ പറയുന്ന ട്രെയിലറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സുഖമുണ്ട് ആ ടീച്ചർ കാണുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അഖിൽ സത്യൻ്റെ വക.